കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളവാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? ആ ഉണ്ണിക്കണ്ണനെ പൊന്നോടക്കുഴലൊക്കെ പിടിച്ചിട്ടുള്ള ഉണ്ണീനെയൊക്കെ കാണാൻ പോകണ്ടേ? ഏത് രൂപത്തിലാണെന്നൊന്നും അറിയില്ല, നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ആ മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. അങ്ങനെ ആ ഭക്തയെ മനസ്സിൽ വിചാരിച്ച് അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ ഭക്തോത്തമനായ ആ കുചേലനെയൊക്കെ കാണാം. സുധാമാവിനെയൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ വന്ന് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെയും കണ്ട് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മൾ നേരെ ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് വരിക. അകത്തേക്ക് വരുമ്പോൾ ആ കൊടിമരവും ആ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വന്ന് വാതിൽപ്പടി കയറുക. വാതിൽപ്പടി കയറുമ്പോൾ നേരെ നമ്മൾ മേൽപ്പത്തൂരിൻ്റെ പീഠം കാണാം. അതേപോലെ കിടാവിളക്കും കാണാം. അതേപോലെ തന്നെ വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നാരായണീ എഴുതുമ്പോൾ നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന ആ തൂണ് നോക്കിയിട്ട് ഒന്ന് മനസ്സിൽ സ്മരിക്കുക നരസിംഹത്തെ. അത് കഴിഞ്ഞ് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുക. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ മനോഹരമായ ആ കാഴ്ച നമുക്കിങ്ങനെ കാണാം. ഇന്ന് ഉണ്ണിയുടെ 2 കാൽപാദങ്ങൾ ഇങ്ങനെ കാണാണ്ട്, ഇതിങ്ങനെ കാല് പിണച്ച് വെച്ചിട്ടുണ്ട്, കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്. അതേപോലെ മുകളിലിങ്ങനെ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. അതേപോലെ അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അതെങ്ങനെ വെച്ചാൽ കിങ്ങിണി കുറച്ചിങ്ങനെ താഴത്തിങ്ങനെ ഇറങ്ങിയ മാതിരി ഉണ്ട്. അപ്പോൾ പട്ടുകോണകം കാണാൻ കുറച്ചേ ഉള്ളൂ. അങ്ങനെയാണ് ഇന്നിപ്പോൾ, അതൊരു പ്രത്യേക കാഴ്ച തന്നെയാണ്. അങ്ങനെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴുത്തിലെ വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു മാങ്ങാമാല, അങ്ങനെ 3 മാലകളുണ്ട്. അതേപോലെ കൈവളകൾ കാണാണ്ട് തോൾവളകൾ അണിഞ്ഞിട്ടുണ്ട്. കൈവളകൾ 2 കൈ കൊണ്ടും വലതും ഇടതും കൈ കൊണ്ടും കൂടി ആ പൊന്നോടക്കുഴലിങ്ങനെ പിടിച്ച് ചുണ്ടിൻ്റെ അവിടെ എത്തി വേണുഗാനം പൊഴിക്കുകയാണ്, മുരളീധരനായിട്ടാണ്. നല്ല രസമായിട്ടുള്ളൊരു കാഴ്ച. അങ്ങനെ ആ നെറ്റിയിലൊരു ഗോപി തിലകം വെച്ചിട്ടുണ്ട്. കാതിൽ ചെവിപ്പൂക്കളുണ്ട്. പൊന്നിൻ്റെ കിരീടം വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കാഴ്ച. തൃക്കാൽ 2ഉം പിണച്ച തിരുമുഖ കമലം ദക്ഷിണേ ചാച്ചുവെച്ചും തൃക്കൈയിൽ കാഞ്ചനോടക്കുഴലുമത പിടിച്ചൂതി മന്ദഹസിച്ചും തക്കത്തിൽ പീലി ചൂടി കരിമുകിൽ വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ. നൽകാരുണ്ണീന നിത്യം മമ ഹൃദി കളിയാടിയിടുവാൻ കൈതൊഴും നീൻ. അങ്ങനെ മുകളിൽ ആ പീലിത്തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ട് ആ പൊന്നിൻ്റെ കിരീടമൊക്കെ ചാർത്തി അതിൻ്റെ മുകളിൽ 2 തിരുമുടിമാല ഉണ്ട്. വെളുത്ത പൂവ്, തെച്ചി, തുളസി. അതേപോലെ 2 വലിയ ഉണ്ടമാലയുണ്ട്, നല്ല തിക്കായിട്ട്. അതും എങ്ങനെയാ വെച്ചാൽ വെളുത്ത പൂവ്, തെച്ചി, തുളസി. പിന്നെ ഒന്നിൽ തെച്ചിയും തുളസിയും, അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വെളുത്ത പൂവും, അങ്ങനെയായിട്ട് 2ഉം ഏകദേശം ഒരേ മാതിരി തന്നെ. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ. ആ ഒരു കാഴ്ച അതിമനോഹരം തന്നെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഭഗവാന്റെ ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, കാണുകയാണ്. എല്ലാവരും മനസ്സുകൊണ്ട് ആ കാഴ്ച കണ്ടോളൂ. അങ്ങനെ കണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അങ്ങനെ നമ്മൾ ആ ഗുരുവായൂരപ്പനെ കണ്ട് അവിടുന്ന് ഇറങ്ങി നേരെ നമ്മൾ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് നേരെ വന്നിട്ട് ലീലക്കണ്ണനെയും അതേപോലെ ഗ്രില്ല് കഴിഞ്ഞ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ ഗണേശൻ്റെ അടുത്ത് വന്ന് ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞാൽ സരസ്വതി അറയിലേക്ക് നോക്കുക, സരസ്വതി ദേവീനെ കാണുക, പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വന്ന് ആ കോർണറിലെത്തിയാൽ ആ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. അങ്ങനെ തൊഴുത് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ആ മേൽശാന്തിരി അവിടുന്ന് അർച്ചനപ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ആ ദശാവതാര വിഗ്രഹങ്ങളിലെ വാമന രൂപവും
ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കാണാം. പിന്നെ അങ്ങനെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണു, അതേപോലെ അനന്തശായിയായ അനന്തപത്മനാഭൻ, അവരെയൊക്കെ കണ്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നമ്മളെ അനുഗ്രഹിച്ച് ആ ഉഗ്രരൂപിയായ നരസിംഹസ്വാമി ഇങ്ങനെ ഇരിക്കും. അതൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വേഗം വീണ്ടും ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും അതേപോലെ ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ മുരുകനെയും കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് നമ്മൾ നേരെ ആ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഓവിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ കൊടിമരത്തിൻ്റെ അവിടേക്ക് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ മണിക്കിണറും ഭഗവാന്റെ നൃത്താറയൊക്കെ കണ്ട് തൊഴുത് ആ കുറൂരമ്മേനെയും നാരദരെയും ആ മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. അങ്ങനെ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങി നേരെ നമ്മൾ ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മയുടെ അടുത്തെത്തി അമ്മയെ പ്രാർത്ഥിക്കുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോരുമ്പോൾ ആ കോർണറിലെത്തി ഒന്ന് തിരിഞ്ഞ് നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് മമ്മിയൂരപ്പൻ്റെ ദർശനം കിട്ടുന്ന പോലെയാവും. അതൊന്ന് പ്രദർശനം ചെയ്ത് അങ്ങനെ കൊടിമരത്തിൻ്റെ അവിടെ വരിക. അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ പൊന്നുണ്ണിയെ ഒന്നുകൂടി കണ്ട് തൊഴാം, നമസ്കരിക്കാം. പിന്നീട് കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് നമസ്കരിക്കാം. അങ്ങനെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് തൊഴുത് നമസ്കരിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ വന്ന് അതിനുശേഷം ഒന്ന് പ്രദർശനം ചെയ്ത് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വരിക. എന്നിട്ട് നമുക്ക് രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദർശനം ചെയ്യാനായിട്ട് പോവാം. അങ്ങനെ പ്രദർശനം ചെയ്യാൻ പോകുമ്പോൾ നടുക്കുള്ള ആ കാളിയമർദ്ദന രൂപിയെ കണ്ടു തൊഴാം. പിന്നീട് നമ്മൾ നേരെ ലക്ഷ്മി ഹാളിൻ്റെ അധീനം ഇങ്ങനെ പോയി നാരായണാലയത്തിൽ പോവാം. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ ചെറിയ വിഗ്രഹം കണ്ടു തൊഴാം. അതൊക്കെ ഒന്ന് കണ്ടു തൊഴുത് നമ്മൾ നേരെ ഭഗവതി നടയിലും അതേപോലെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് കിഴക്കേ നടയിൽ തന്നെ വന്നിട്ട് അങ്ങനെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ഒന്നുകൂടി തൊഴാം. അതിനുശേഷം നമ്മൾ തെക്കേ നടയിലുള്ള കൂവളത്തെ ഒന്ന് പ്രദർശനം ചെയ്യാനായിട്ട് പോവുക. അങ്ങനെ പ്രദർശനം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതി ദേവീനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും വേണ്ടി അവരവരെ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാൻ വേണ്ടി നമുക്ക് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ.